കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ വ്യക്തിത്വം പി.ജെ. ജോസഫ് ഇന്ന് ശതാഭിഷേക നിറവിൽ. മണ്ണിൽ കാലുറപ്പിച്ച കർഷകൻ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതികായനാകുന്നതും പിന്നീട് വിവിധ വകുപ്പുകളുടെ മന്ത്രി പദവിയിലിരുന്ന് തന്റേതായ കയ്യൊപ്പ് ചാർത്തുന്നതും കേരളം കണ്ടു. 84-ാം വയസ്സിലും മനസ്സിൽ യുവത്വം കാത്തു സൂക്ഷിക്കുകയാണ് സംഗീത പ്രേമി കൂടിയായ ഔസേപ്പച്ചൻ. नदी का किनारा ये चंचल हवा ये रातें ये मौसम नदी का किनारा ये चंचल हवा. 1000 പൂർണ്ണചന്ദ്രന്മാരുടെ കാഴ്ചയോളം തന്നെ സുന്ദരമാണ് പി.ജെ. ജോസഫിന് സ്വന്തം തൊടുപുഴയും തൊടുപുഴയ്ക്ക് സ്വന്തം പി.ജെ. ജോസഫും. രാഷ്ട്രീയ പാരമ്പര്യമില്ലാതിരുന്ന പുറപ്പുഴ പാലത്തിനാൽ വീട്ടിൽ നിന്ന് 1970-ലാണ് പി.ജെ. ജോസഫ് രാഷ്ട്രീയ മണ്ണിലേക്ക് ചുവടുവയ്ക്കുന്നതും നിയമസഭയിലേക്ക് ആദ്യമായി എത്തുന്നതും. അന്നത്തെ കേരള കോൺഗ്രസ് നേതൃത്വം പി.ജെ. ജോസഫിനെ തൊടുപുഴയ്ക്ക് സമ്മാനിക്കുകയായിരുന്നു. പിന്നീട് 1978-ൽ 35-ാം വയസ്സിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. കെ.എം. മാണി രാജിവെച്ചതിനെ തുടർന്നായിരുന്നു മന്ത്രി പദവി. കെ.എസ്. വിജയത്തിന് പിന്നാലെ കെ.എം. മാണി മടങ്ങിയെത്തിയപ്പോൾ പി.ജെ. ജോസഫ് മന്ത്രി പദവി ഒഴിഞ്ഞ മാതൃക കാട്ടി. 8 മാസം കൊണ്ട് കേരളത്തിൻ്റെ നിയമവാഴ്ച സംവിധാനത്തിന് ചെറു സംഭാവന നൽകാൻ കഴിഞ്ഞതിൽ തികഞ്ഞ ചാരിതാർത്ഥ്യമെന്ന് പി.ജെ. ജോസഫ് ഓർത്തെടുക്കുന്നു. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, അത് ശരിക്കും യാഥാർത്ഥ്യമാക്കി എന്നുള്ളൊരു സന്തുഷ്ടിയുണ്ടെന്ന് ശ്രീ എ.കെ. ആന്റണിയായിരുന്നു മുഖ്യമന്ത്രി. റൂൾ ഓഫ് ലോ എങ്ങനെ നടപ്പാക്കി എന്ന് പറഞ്ഞ ഒരു കുറ്റവാളിയെ രക്ഷിക്കാനോ ഒരു നിരപരാധിയുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കാനോ ഓരോ ഓഫീസറോടും പറയേണ്ടി വന്നിട്ടില്ല. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആഭ്യന്തരമന്ത്രി പദവിക്ക് പുറമെ UDF എന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആദ്യ കൺവീനർ പദവിയും അലങ്കരിച്ചത് പി.ജെ. ജോസഫാണ്. റവന്യൂ, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ജലസേചനം, രജിസ്ട്രേഷൻ വകുപ്പുകൾ പിൽക്കാലത്ത് പി.ജെ. ജോസഫ് കൈകാര്യം ചെയ്തു. 5 മുഖ്യമന്ത്രിമാർക്കൊപ്പം മന്ത്രിയായിരുന്ന പി.ജെ. ജോസഫിന്റെ ഏറ്റവും അടുപ്പക്കാർ E.K. നയനാരും എ.കെ. ആന്റണിയും. നയനാർ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ഹൗസിങ്, രജിസ്ട്രേഷൻ വകുപ്പുകൾ, അതിലെല്ലാം പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. E.K. നയനാർ ഒരു പിതൃവാത്സല്യത്തോടുകൂടി ഈ എൻ്റെ ഉദ്ദേശശുദ്ധിയെപ്പറ്റി പുള്ളിക്ക് നല്ല ബോധ്യമായിരുന്നു. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എല്ലാം പറഞ്ഞാൽ പിന്തുണ ചെയ്തു. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പിളർപ്പിലും യോജിപ്പിലും പി.ജെ. ജോസഫ് ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചു. കെ.എം. മാണിയുമായുള്ള ഊഷ്മള ബന്ധവും പി.ജെ. ജോസഫ് ഓർത്തെടുക്കുന്നു. ഞങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പുള്ളി ഒരു അഭ്യർത്ഥന നടത്തിയപ്പോൾ ഞാൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പോയിപ്പോയി. പിന്നെ അത് ഈ മരിക്കുന്നിടം വരെ ഒന്നിച്ച് നിന്നു. പിന്നീട് നിർഭാഗ്യകരമായി പിന്നിപ്പുണ്ടായി. 2023-ൽ പ്രിയതമ ഡോക്ടർ ശാന്തയുടെയും മകൻ ജോമോൻ്റെയും വിയോഗവും പി.ജെ. ജോസഫിനെ തെല്ലുലച്ചെങ്കിലും നന്മ നിറഞ്ഞ കർഷകന്റെ മനസ്സും സംഗീതമെന്ന മാന്ത്രികതയും പി.ജെ. ജോസഫിന് ഇപ്പോഴും കരുത്താണ്. ഞാൻ പറയുന്നത് ആധ്യാത്മിക രംഗത്ത് യേശുക്രിസ്തു, പൊതുപ്രവർത്തനത്തിൽ മഹാത്മാഗാന്ധി മനസ്സിൽ നിൽപ്പുണ്ട്. കലയെയും സംഗീതത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നു. 11 തവണ തൊടുപുഴയിൽ അംഗത്തിനിറങ്ങിയപ്പോൾ 1 തവണ മാത്രമാണ് പി.ജെ. ജോസഫ് പരാജയപ്പെട്ടത്. കേരള രാഷ്ട്രീയത്തിലെ ജെന്റിൽമാൻ പട്ടമുള്ള നേതാവ്, ഖദർ ധരിക്കാത്ത ഗാന്ധിയൻ, വിശേഷണങ്ങൾ ഏറെയുള്ള പി.ജെ. ജോസഫ് രാഷ്ട്രീയത്തിലെ വേറിട്ട മുഖമായി തുടരുന്നു. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.